അനിയ എന്തുവാ ചെയ്യുന്നേ? അല്ല ബ്ലാക്ക് സാധനം കിട്ടുമെന്ന് അറിഞ്ഞേ. 10 മിനിറ്റ് കഴിയുമെന്നാ പറഞ്ഞേ. അതുകൊണ്ടാ ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നേ. വേഗം എടുക്കണം, വേഗം എടുക്കാല്ലേ പറഞ്ഞു. വേഗം എടുക്കണം. വേഗം വെക്കണം. He's an operator mastermind, he is gonna make it easy to find. AC to the top for the hustle and the bustle, he ain't never gonna stop. അവനാണെന്ന് പോയി നോക്കടാ, വേഗം പോടാ. മര്യാദക്ക് പൊക്കോ പൊക്കോ, അല്ലെങ്കിൽ കൊല്ലും, കൊന്നുകളയും ഞാൻ. പോകാല്ലേ പറഞ്ഞ. സാർ നമസ്കാരം സാർ. വളരെ നന്ദിയുണ്ട് സാറെ സഹായിച്ചേനെ. സാർ നിങ്ങള്? ജഗദീഷ്, വിജിലൻസ് ഓഫീസർ. എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഗാന്ധി ജയന്തിയുടെ അന്ന് ബ്ലാക്കിൽ വിൽക്കുന്നത്? ക്യാഷിലെടുത്ത് ബാഗിലോട്ടിട്ട്. ലൂസിൽ വിറ്റതും ബ്ലാക്കിൽ വിറ്റതും ബൾക്കിൽ വിറ്റതും എല്ലാ കണക്കും ഹെഡ് ഓഫീസിൽ കാണിച്ചിട്ട് അതിനുശേഷം പണം വാങ്ങിച്ചോണ്ട് പോകും. ചെയ്യാം സാർ. ഡു ഐ സേ? സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്താൽ എന്താ? എല്ലാം ബ്ലാക്ക് വിറ്റതല്ലേ, എന്താണെന്ന് പറഞ്ഞാ കംപ്ലൈന്റ് ചെയ്യുന്നത്? ഇതെല്ലാം ഒട്ടിച്ച് എങ്ങനെ അഭിനയിക്കുന്നത്? എടാ ജെറ്റേ, എന്താ കലകിയല്ലേ? ഓഹോ, ഞാൻ ചാകാഞ്ഞതിന്റെ ഭാഗ്യം. എല്ലാം പ്ലാൻ ചെയ്തിട്ടല്ലേ വന്നത്. ബോട്ടിൽ തൊഴിച്ച് കളിക്കുന്നു. സോറി കളിയാ, ഓപ്പണിംഗ് സീനല്ലേ, കുറച്ച് ബിൽഡപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയാ. ശരി, ഓക്കെ ഓക്കെ, അത് വിട്ടേക്കടാ. 2 സ്മോൾ വാങ്ങി തരാം, എല്ലാം ശരിയായിക്കോളും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആ ഫൈറ്റിന്റെ ഇടയ്ക്കില്ലേ അടിച്ചു മാറ്റിയടാ. അതിന്റെ ഇടയ്ക്ക് നീ ഇതും ചൂണ്ടിയോ? ഇതാ ദേ, ഇനി ഒരു 2 മാസത്തേക്ക് ഏരിയ കണ്ടുപോരുത്. എന്നാ വിട്ടോ. ശരി ശരി. എന്താ മാസേ, ഇത്രയും കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് ആകെ കിട്ടിയത് 3 ലക്ഷം. അതിൽ പാതി ഉമാര് കൊണ്ടുപോയല്ലോ. വെരി ടെൻഷൻ. ഡോണ്ട് വറി, അടുത്ത ലക്ഷങ്ങൾ അടിക്കുന്നതിനുള്ള പ്ലാൻ ചെയ്ത് കഴിഞ്ഞടാ ഞാൻ. സത്യമാണോ? യാ. എന്താ ഗെറ്റപ്പ്? മാസ്ക് ഒന്നും ഇല്ലല്ലോ അല്ലേ? അതിനും മേലെ ആണോ? ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെ, അന്ന് നമ്മൾ ചർച്ചിൽ ഒരാളെ കണ്ടില്ലേ? ദേ, അവൻ നമ്മുടെ പുറയിൽ ഇരിപ്പുണ്ടാ. അവനെ ഞാനും കണ്ടു. കുറച്ച് മാറിക്കേ ചേട്ടോ, കുറച്ച് മാറിക്കേ. എന്തിനാണോ ഇത്? കൊള്ളാം. അത് രാവിലെ മുതല് എന്തോ നെഞ്ചിന്റെ അകത്ത് വല്ലാത്തൊരു ഇടിപ്പ്. എന്താ കാരണം എന്നറിയാവോ? അത് വേറൊന്നുമല്ല, ഇന്നലെ അടിച്ച ബ്രാൻഡിന്റെ ആണ്. വായിൽ ഇത്തിരി മല്ലിട്ടാ മതി. ഈ പന്നിയിലേക്ക് വേറെ പണിയില്ലേ? അല്ല, നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാ പോകണ്ടേ? ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോണം. താങ്ക്സ്. ചിരിക്കാൻ വേണ്ടി ഒന്നല്ലേ ഓട്ടക്കണ്ണ. എവിടെയാണ് അയാള്? എവിടെയാണെന്ന് പറ. ചേച്ചി എന്റെ ചേട്ടൻ്റെ അടുത്തല്ല, പ്രേമത്തിന്റെ പുതിയ പ്രിന്റ് ഉണ്ട്. ഹലോ, ഹൗ ആർ യു? ചേച്ചി, എനിക്ക് തോന്നണേ ഇവൻ ചേച്ചിനെ പഞ്ചാര അടിക്കണേന്നാ. നമുക്ക് കണ്ടിട്ടും കാണാത്ത പോലെ പോകാം. എനിക്കറിയാവിടെ, നീ മിണ്ടാതെ വാ. ഹലോ, എന്തൊക്കെയുണ്ട്? അത് പിന്നെ നിങ്ങളുടെ ജോലിക്ക് എങ്ങനെ പോകുന്നു? ഓ, ഈ ഹോസ്പിറ്റലാണോ ജോലി? അല്ലല്ല, അടുത്തുള്ള ഇൻഫോ പാർക്കിലാണ്. തമാശ കൊള്ളാം, ഭയങ്കര. താങ്ക്സ് ചേച്ചി, വാ നമുക്ക് സമയമായി. വാട്ടാ. എടേ കുങ്ഫു പാണ്ടാ, ഡേവിഡിന് എങ്ങനെയുണ്ട്? ഡേവിഡിന് ആ കള്ള സൈഡ് കേസിൽ കുടുങ്ങി പോലീസ് അന്വേഷിച്ച് വീട്ടിൽ വന്നില്ലേ? ജൂലി എന്താ പറയുന്നത്? ചേച്ചി ഒറ്റ നിമിഷം, ഇങ്ങോട്ട് പോവാ. ആ, എന്റെ പൊന്നുമോൾ ഇങ്ങോട്ട് വാടി. നിന്റെ ചേട്ടനല്ലേ ഡേവിഡ്? അതെ ചേട്ടാ. ഈ കള്ള സീഡിയൊക്കെ വിറ്റ് ഉപജീവനമാർഗം കഴിച്ചു കൂട്ടുന്ന. അതെ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒച്ച പറയില്ലേട്ടാ. ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ? ഇവിടേക്ക് അറിഞ്ഞാണ്ടല്ലോ, ആകെ നാറും ചേട്ടാ. പ്ലീസ് കപ്പളങ്ങ പഴുത്ത മോന്ത വെച്ച് കളിയാക്കുന്നല്ലേ? 2 തന്നാണ്ടല്ലോ. നാളെ എങ്ങോട്ടാ പോകുന്നേ? എവിടെ പോണില്ലല്ലോ. എങ്ങോട്ട് പോണോന്ന് പറഞ്ഞാ മതി, അങ്ങോട്ട് പോയിക്കോളാം. ആട്ടെ, നിങ്ങൾ എവിടെ പോണോന്ന് നാളെ ഫോണിൽ പറയാം. എന്നാ വരട്ടെ. ഓ, കാണാൻ ചേട്ടാ. ആരാ വേണ്ടേ? കർണനുണ്ടോ? നിക്ക്, ഞാൻ വിളിക്കാം. ചേട്ടാ, ഇവനല്ലേ അത്? എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഹായ്, വാട്ട് എ സർപ്രൈസ്. തീം പാർക്ക് കാണാൻ വന്നാണല്ലേ? അല്ല, ഇവിടെ ഒരു ഗണപതി അമ്പലമുണ്ട്, ഒന്ന് തൊഴാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാ.
വീക്ക് ഡേയ്സ് മുഴുവനും നമുക്ക് ഒരുപാട് പണികളല്ലേ. ഞായറാഴ്ചയെങ്കിലും ഒന്ന് ചുറ്റിക്കറങ്ങി കാണണ്ടേ? എന്താ ചേട്ടാ? ഹലോ, ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതെന്തൊരു ചോദ്യം ചോദിച്ചേ? വിദ്യാസാഗർ സാറിന്റെ വലിയ ഫാനല്ല ഞാൻ. ഇപ്പോഴൊന്നും ഇതുപോലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇല്ല. എനിക്കും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ കൂട്ടുകാരികളോട് പറഞ്ഞ കളിയാക്കും. അവർക്ക് ഇതിനെ കുറിച്ച് എന്തറിയാനാ? ഈ ജയറാമിന്റെ പടത്തില് ഒരു പാട്ടില്ലേ, മറക്കുടയാൽ മുഖം മറയ്ക്കും അതെ, ആ പാട്ട് ഇളയരാജയുടേതാ. അല്ല, അതുപോലെ തന്നെ ഈ പടത്തില് അങ്ങനെ ഒരു പാട്ടുണ്ട്. പൂവി പൂവി അത് തന്നെ അത് തന്നെ. ആ പാട്ട് കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല. എനിക്കെന്തോ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോ എന്റെ അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ തോന്നും. എനിക്ക് അങ്ങനൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അതെന്താ? എനിക്ക് അമ്മയില്ല. കുട്ടിക്കാലത്തിലെ അമ്മ. ഐ ആം സോറി. അല്ല, എനിക്ക് അങ്ങേരുടെ പാട്ട് കേൾക്കുമ്പോ അങ്ങേരുടെ മടി കിടക്കുന്ന പോലെ തോന്നും. അതേന്നാ ഞാൻ പറയുന്നത് നേരാ. നിങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ട് തോന്നും. തകർത്തട്ട. എടേ, ഇത് ആരുടെ? ഇത് റെഡ്ഡി അണ്ണന്റെ പേരല്ലേ? ആരടാ ഈ മാസ്? അറിയില്ല ചേട്ടാ. ചേച്ചി എന്താ ചേച്ചി എന്തിനെങ്കിലും മുഖം വെറുപ്പിക്കണേ? വെറും 3.5 ലക്ഷം അല്ലേ? ഇറ്റ്സ് നോട്ട് ഗോണ ബി എ പ്രോബ്ലം. കം ഓൺ, ചിയർ അപ്പ് ചേച്ചി. ഹായ് മാലിനി, ഐ എം മാസ്. എനിക്കിത് പറഞ്ഞു തരൂ. നീ അതീവ സുന്ദരിയാ. ഇവിടെ ഈ പ്രദേശത്ത് ഞാനിതുവരെ ഇങ്ങനത്തെ ഒരു സൗന്ദര്യം കണ്ടിട്ടില്ല. ഐ മീൻ ലവ് വിത്ത് യു. മാസേ, ഇത് നീ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യടാ. അങ്ങനെയാണോ? ആ, എന്നാൽ നേരിട്ട് അങ്ങോട്ട് പോയി പെട്ടെന്ന് വായിലെന്താ വരുന്ന എപ്പോഴും നേരിട്ട് പറഞ്ഞ് അത്രേ ഉള്ളടാ. വളർത്തെടുക്കാം. അതാ നല്ലത്. നമസ്കാരമുണ്ടേ. ഹലോ. ഹലോ. എന്തോ ഒരു വല്ലായ്മ പോലെ. ഹേ, അങ്ങനെയൊന്നുമില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമല്ല. ഇന്നലെ എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ എന്താ എന്ത് പറ്റി? ആരെങ്കിലും കളിയാക്കിയോ? ബസ്സിൽ വെച്ച് എന്തെങ്കിലും? നിങ്ങളുടെ കവലയില് അല്ലെങ്കിൽ വീട്ടില്? പറഞ്ഞോ, ആരാണെങ്കിലും ഞാൻ പൊക്കിയാക്കാം. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. പിന്നെന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്? എടി, ഒരു മിനിറ്റ്, ഞാൻ സംസാരിച്ചിട്ട് വരാം. സൺലൈറ്റിന്റെ ബാക്ക് സൈഡാ. എടാ, ഇങ്ങോട്ട് വന്നേ. എന്താ ഇപ്പൊ പ്രശ്നം? ഓപ്പറേഷൻ ചെയ്തപ്പോ വാച്ച് എന്തെങ്കിലും അകത്ത് വെച്ച് കുത്തി കെട്ടിയോ? എന്താണ് വാളിപ്പിടിക്കണ? പോടാ, അങ്ങോട്ട് മാറി നിൽക്കി. ഞാൻ സംസാരിച്ചിട്ട് വരാം. കയ്യിലുള്ളതോട് കളയല്ലേ. പോടാ. ഓക്കെ ഓക്കെ. പറ. ഒരുപാട് നാളായി ചേച്ചി ഹെഡ് നേഴ്സ് പോസ്റ്റിങ്ങിന് വേണ്ടിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കണതേ. ചേച്ചി 2 ദിവസം മുമ്പ് ഇന്റർവ്യൂവിന് പോയപ്പോ ഡീൻ എന്താണെന്നറിയോ പറഞ്ഞത്? ഒരുപാട് ആൾക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തിനാ നിനക്ക് തരുന്നതെന്ന് വെച്ചാ, നീ നല്ല ജോലി ചെയ്യും. നിന്നെ ഞാൻ ഹെഡ് നേഴ്സ് ആക്കണമെങ്കിൽ 3.5 lakhs. ഒരു ദിവസം കഴിഞ്ഞാൽ ഉടനെ പ്രൊമോഷൻ കിട്ടും. അയ്യോ സാറേ, എന്റെ കയ്യിൽ അത്രയും കാശ്. നിനക്ക് മാത്രമേ ഉള്ളൂ ഈ കൺസെഷൻ, മനസ്സിലായോ? പൈസ തന്നാ നിന്റെ ജോലി പെർമനന്റ് ആകും. ഓക്കെ മാലിനി, എന്താണ് ചെയ്യേണ്ടെന്നൊരു പിടിയും കിട്ടണല്ലോ. ആരുടെ അടുത്ത് ചോദിച്ചിട്ടും ആരും ഒന്ന് സഹായിക്കണല്ലോ. അതാണ് ചേച്ചിക്ക് ആകെ ടെൻഷൻ. വെറുതെ ഇരി. അവള് പറഞ്ഞതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. എന്താ ഇത്? അങ്ങനെയാണ് എന്നെ കണ്ടത്? 3 ലക്ഷം രൂപ അത്രയല്ലേ ഉള്ളൂ. ഞാൻ തരാം. ചീള് കേസല്ലേ? 2 മണിക്കൂർ സമയം എന്താ? നിങ്ങളുടെ ഹോസ്റ്റലിൽ ഞാൻ എത്തിക്കാം. ഒരു തടസ്സവുമില്ല ഇയാളുടെ ജോലിക്ക്. അയ്യോ വേണ്ട, ദയവ് ചെയ്ത് പറയുന്ന കേക്ക്. ഞാൻ നോക്കിക്കോളാം. പ്രേമത്തിന് ഇതൊക്കെ സാധാരണ കാര്യമല്ലേ? എന്താ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടോ? 2 പേര് തമ്മിൽ ഇഷ്ടമാകുമ്പോ ഇയാളുടെ പ്രശ്നം എന്റെയും പ്രശ്നമല്ലേ? പിന്നെ പ്രേമത്തിന് എന്താ അർത്ഥം? അതുകൊണ്ട് ഇതൊന്ന് തുറന്നു നോക്കൂ. ചേച്ചി അയ്യോ പോയല്ലോ. സാരമില്ല, വാടാ, സങ്കടത്തോടെ പോയി വെള്ളം അടിക്കാം. താങ്ക്സ്. ഓ മൈ ഗോഡ്. വാ വാ വാ, സന്തോഷത്തിൽ പോയി വെള്ളം അടിക്കാം. വാ വാ വാ, വേഗം വാ. ഓഹോ മാസേ, ലോട്ടറി അടിച്ചു പോണേ. കളിക്കുന്നല്ലേ? കാണിച്ചു തരാം. കാശ് മുഴുവൻ തിരിച്ചു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാടാ മാസേ. റെഡ്ഡി, സത്യത്തിൽ നിന്റെ കാശാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ എടുക്കുമായിരുന്നോ? മാസ് എന്തൊരു പേരടാ. അത് എന്റെ പേര് മാസ്. കൂട്ടുകാരെല്ലാം സ്നേഹത്തോടെ
മാസം നാ വിളിക്കുക. കൊള്ളാവുന്ന പേരായതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. നീ മാസാണെങ്കിൽ ഇവനാരാ? ചെറിയ മാസം. അയ്യോ പ്രിൻസേ പറയട്ടാ. ഒരുത്തനെ ഇവിടെ വെച്ച് തീർത്തേരെ, മറ്റവനെ ചരക്ക് കൈവന്നതിന് ശേഷം തീർത്താ മതി. ഇക്കാര്യം ആരും അറിയാൻ പാടില്ല. ഞാൻ നോക്കിക്കോളാം. നീ മനസ്സിലായോ? എല്ലാരും മാസം എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന്. കൊന്നുകളെ ഞാൻ. പിടിയാവനെ പിടി. അയ്യോ ദൈവമേ. മാസേ കേരള വണ്ടിയില് ഇതിന്റെ ഇടയ്ക്ക് ബൈക്ക് എവിടെ നിന്ന് കിട്ടിയടാ? അയ്യോ ഇതാരാ ഫ്രണ്ടില്? അയ്യോ അയ്യോ മാസം ഇതിൽ വിട്ടോടാ. മാസേ അങ്ങോട്ട് പോണോ? അവന്റെ കയ്യിലിരിക്കുന്ന കണ്ടോടാ നീ? കണ്ടോ? എണീറ്റ് പോടാ. മുറുക്കി പിടിച്ചോടാ. അയ്യോ ഇതേടാ തോക്കിട്ട് പറഞ്ഞ കയ്യില്. വിട്ടോ വിട്ടോ വിട്ടോ. അയ്യോ മാസം തീർന്നടാ. അയ്യോ നിനക്ക് വല്ലതും പറ്റിയോ? എവിടെയാടി അവന്മാര്? എണ്ണി നോക്കടാ. എണ്ണി നോക്കാനൊന്നും നേരമില്ല. പണമല്ലോ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്താണ് തൃശ്ശൂർ പൂരത്തിന് പടക്കം വെക്കുന്നത്? ഭയം കിട്ടോ ഭയം കിട്ടോ. എടാ നീ എന്നിട്ട് പോലെ വേഗം വിട്ടോ 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 വിട്ടോ. അയ്യോ ദൈവമേ രക്ഷപ്പെട്ടു. ആവശ്യമില്ലാതെ എന്താണ് ഇങ്ങനെ ഓടിക്കുന്നത് നീ? ചുമ്മാ ഒന്ന് മിണ്ടായിരടാ. സീറ്റ് ബെൽറ്റ് ഇട്. അതൊന്നും കുഴപ്പമില്ല. ഇട്. ഗോവയിലുണ്ടല്ലോ എന്റെ 2 ഫ്രണ്ട്സ് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് വെള്ളക്കാരി പെണ്ണിനെ സെറ്റാക്കണം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവന്മാർ ശരിയാക്കിയിട്ടുണ്ടായിരിക്കും ഇപ്പം. ഗോവ ഓക്കെ, പക്ഷെ മാലിന് സംഭവിക്കൂടാ. എടാ നീ എന്താ ഹണിമൂണിന് പോവാ? പ്ലാനല്ല ഇങ്ങനെ ആയതിന് കാരണം തന്നെ അവളാ. ഈ ഫൈറ്റ് ചേസിങ് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു.
മൊത്തം ചോരയാ കേട്ടോ. അടിച്ച് വണ്ടി ഓടിച്ചതായിരിക്കും. ഡാ എന്താന്ന് പോയി നോക്ക്. അങ്ങോട്ട് പോകണ്ടെന്ന്. എടാ പോലീസ് വേണ്ട വേണ്ട. മാറാൻ. നിങ്ങളോടല്ലേ പറഞ്ഞു മാറാൻ. ഛേ, ചത്തുപോയടാ അവൻ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ. പോം. ഏയ് ആ ജെറ്റേ, മാസേ കാശ് എടാ കാശ് എവിടെ പോയി? അത് പിന്നെ അന്ന് തന്നെ പോലീസുകാരത് മാറ്റി. അതൊക്കെ പോട്ടെ, നിനക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് പറ. പോലീസ് കൊണ്ടുപോയോ? അന്നെന്ന് വെച്ചാ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് എത്ര ദിവസമായി? പിന്നെ നീ വന്നിട്ട് ഒരു 7-8 ദിവസമായിട്ടുണ്ട്. 7-8 ദിവസം? എന്തു പറ്റി ഇവന്? 64 ലക്ഷം രൂപയാടാ. ലൈഫ് സെറ്റിൽ ആയനെ. ഹോസ്പിറ്റൽ ബില്ല് എങ്ങനെ സെറ്റിൽ ചെയ്യോടാ? അയ്യോ, ഇവനെന്താ ചെയ്യുന്നേ? എടാ നീ അങ്ങോട്ട് നോക്കിയേ. ചേട്ടാ പ്രിൻസാ. റെഡ്ഡി എന്താ ഇവിടെ? നമ്മളുള്ള സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചോ? ഞാൻ നെഞ്ചുവേദന കാരണം ആശുപത്രി വന്നാടാ. മിണ്ടത് വാടാ. വാ. എന്താടാ റൊമാൻസ് ആണോ? നമ്മുടെ വില്ലനും വന്നിട്ടുണ്ടേ. ഇവള് കാരണം തന്നെയാ ആക്സിഡന്റ് ആയി കാശും പോയത്. മര്യാദയ്ക്ക് വരാൻ നോക്കടാ. വാടാ.